നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ പദ്ധതി പ്രകാരം ഇലഞ്ഞി വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പഠനത്തിനൊപ്പം കുട്ടികളിൽ കൃഷി അറിവും കാർഷിക സംസ്കാരവും വളർത്തിയെടുക്കുന്നതിന് കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ജസ്റ്റിൻ ജോസ് പച്ചക്കറി തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. പാമ്പാക്കുട ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെയും ഗ്രീൻ ആർമിയുടെയും ഇലഞ്ഞി കൃഷിഭവന്റെയും സഹകരണത്തോടെ കോളേജ് NSS NCC യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിലാണ് കൃഷി ചെയ്യുന്നത്. പയർ, വെണ്ട, വഴുതന, ചീനി, തക്കാളി, മത്തൻ, കുമ്പളം, കുക്കുംബർ, തണ്ണിമത്തൻ തുടങ്ങിയവയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. HDP ചട്ടികളിലും മണ്ണിലുമായാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇലഞ്ഞി പഞ്ചായത്ത് കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാത്തിന്റെ മേൽനോട്ടത്തിലാണ് പച്ചക്കറി തോട്ടം ഒരുങ്ങുന്നത്. ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ എബ്രഹാം കെട്ടിശ്ശേരി, ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി ആന്റണി, പബ്ലിക് റിലേഷൻ ഓഫീസർ ഷാജി അറ്റുവറം, അഗ്രികൾച്ചർ ഫെസിലിറ്റേറ്റർ VC മാത്യു, വാർഡ് മെമ്പർ സിജി പീറ്റർ, വിദ്യാർത്ഥി പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ കുട്ടികളുടെ പച്ചക്കറി തോട്ടത്തിൽ തൈകൾ നട്ടു. സ്ഥാപനങ്ങളിൽ കൂടെ ഒരു പ്രൊജക്ട് അടിസ്ഥാനത്തിൽ നടത്തുന്ന കൃഷിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഈ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടുകൂടി എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കാരണക്കാരൻ വിസാറ്റ് കോളേജിൻ്റെ PRO തന്നെയാണ്. അദ്ദേഹമാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നത്. കേരളത്തിലെല്ലാ ഇതിലും ഇത്തരത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന സ്ഥാപനങ്ങൾ കൂടെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുണ്ട് ധനസഹായങ്ങളും അതുപോലുള്ള പദ്ധതികളും കൃഷി വകുപ്പ് ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു പച്ചക്കറി തോട്ടമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. അതായത് നമ്മളുടെ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ ഒരു ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളും പദ്ധതികളുമായിട്ട് വകുപ്പ് മുന്നോട്ട് വരുന്നത്. അതിന് വിസാറ്റ് കോളേജുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ പാമ്പാക്കുട ബ്ലോക്കിലൊരു ഗ്രീൻ ആർമിയുണ്ട്. അവരാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് നിങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ കൃത്യമായ മോണിറ്ററിങ്ങും അതുപോലെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നതോടൊപ്പം തന്നെ കൃഷി എന്നുള്ള സംസ്കാരം അംഗീകരിച്ചുകൊണ്ട് അതിലൂടെ ഇൻവോൾവ് ആയിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് വളരെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. വിസാറ്റ് എഞ്ചിനീയറിംഗ് കൂടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ കൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ ഇലഞ്ഞി എന്നുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ കൂടുതൽ ജനങ്ങളെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. കൃഷിയും വിദ്യാഭ്യാസവും നമ്മുടെ സംസ്കാരവും എല്ലാവരും ഒത്തുചേരാനുള്ള ഒരു സിന്തസിസ് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മോഡൽ അഗ്രോ സർവീസ് സെൻ്ററിൻ്റെ ഫെസിലിറ്റേറ്ററാണ്. ഞാൻ റിട്ടയർഡ് അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസർ കൂടിയാണ്. നമ്മൾ പാമ്പാക്കുട ബ്ലോക്ക് മോഡൽ അഗ്രോ സർവീസ് സെൻ്റർ ഇന്ന് കേരളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന സെൻ്ററാണ്. കാർഷിക മേഖലയിൽ ഞങ്ങൾ ഒട്ടനവധി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ കൂര് സ്കൂളിൽ കഴിഞ്ഞ വർഷം നമ്മുടെ എത്രയും ബഹുമാനായ കൃഷി ഓഫീസർ പറഞ്ഞ് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ക്യാമ്പസിൽ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് പച്ചക്കറി കൃഷി ചെയ്ത് ജില്ലാതലത്തിൽ പുരസ്കാരം നേടാൻ സാധിച്ചു. ഇവിടെ ഞങ്ങൾ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെ എല്ലാ കൂട്ടം പച്ചക്കറി കൃഷി ചെയ്ത് കൊടുക്കുന്നുണ്ട്. HDP ചട്ടിയിലും നിലത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഇതിനകത്തെല്ലാം ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ. കാരണം സാറ് പ്രത്യേകം ഇതിനകത്ത് താല്പര്യം എടുത്തുകൊണ്ട് ഈ സ്കൂളിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ് സാറിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ്. അതിനെ സാർ പ്രോജക്റ്റ് വയ്ക്കുകയും ഞങ്ങളോട് ആവശ്യപ്പെടുകയും അത് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞങ്ങളിവിടെ പച്ചക്കറി കൃഷി നട്ടുകൊടുക്കും, നിലമൊരുക്കി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ ബഹുമാനപ്പെട്ട PRO സാറുണ്ട്, പിന്നെ പ്രിൻസിപ്പൽ മറ്റുള്ളവർ അവരൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത്. ഞങ്ങളിവിടെ നട്ടുകൊടുക്കും. പിന്നെ സാറ് പറഞ്ഞു A to Z വരെ സാറിൻ്റെ നേതൃത്വം ഉണ്ടാകുമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.